welcome back to Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So, മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6th സ്റ്റേജിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ദാറ്റ് ഈസ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, രാഷ്ട്രവും ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് 4 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എന്ത് മക്കളെ, നമ്മുടെ രാഷ്ട്രവും ഗവൺമെന്റും ജനങ്ങൾക്ക് എന്താണ് നൽകുന്നത് എന്ന ചോദ്യം എന്റെ മക്കൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, വീഡിയോ ലൈക്ക് അടിക്കുക, പ്ലസ് എന്താണ് ലൈൻ ഇമോജി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ ആണല്ലോ മക്കളെ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, എന്തൊക്കെ സർവീസസ് ആണ് നമ്മുടെ സ്റ്റേറ്റും ഗവൺമെന്റ് ഒക്കെ നമ്മൾ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, 4 മാർക്കിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ നോക്കി എന്തൊക്കെ സർവീസസ് നോക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മക്കളെ, എന്താണ്, പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ ആണ്. നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകുന്നു? സ്റ്റേറ്റ് സംരക്ഷണം നൽകുന്നു. ഓഫ് കോഴ്സ് അല്ലെ, ഗവൺമെന്റ് സംരക്ഷണം നൽകില്ലേ? നമുക്കറിയാം, പോലീസ് ഓഫീസേഴ്സിനെ കാണാം അല്ലെ. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആദ്യം ഇവിടെ എത്തുന്നത് നമ്മൾ പോലീസ് ഓഫീസേഴ്സിനെ കണക്ട് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്താണ് മക്കളെ, ദാറ്റ് ഈസ് പ്രൊവൈഡിങ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്താണ് പ്രൊവൈഡിങ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് ഗവൺമെന്റ് നൽകുന്നുണ്ട് അല്ലെ. നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പരിരക്ഷ ആര് നൽകുന്നു? ഗവൺമെന്റ് നൽകുന്നു. ദിസ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി തേർഡ് പോയിന്റിലേക്ക് വന്നാലോ അത് സിമ്പിൾ ആണ് മക്കളെ. ദാറ്റ് ഈസ് അഡ്രസ്സിംഗ് എനർജി ആൻഡ് ഫുഡ് ഇഷ്യൂസ് ആണ്. എന്താണ് അഡ്രസ്സിംഗ് എനർജി ആൻഡ് ഫുഡ് ഇഷ്യൂസ് ആണ്. സിമ്പിൾ ടോപ്പിക് ആണ്. എന്താണ് ഊർജ ഭക്ഷ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അല്ലെ. ഓഫ് കോഴ്സ് എന്താണ്, നമ്മളൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ റേഷൻ കട, എന്റെ മകൾ കണ്ടിട്ടുണ്ടോ? റേഷൻ കടയിൽ പോയി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അരി മേടിക്കാറില്ലേ? ഉണ്ടല്ലോ. നമുക്കുള്ള മറ്റ് എനർജി ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഫോർ എക്സാമ്പിൾ എന്താണ്, ഫ്യൂവൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്സസ് കിട്ടുന്നുണ്ട്. സോ എന്താണ്, ഊർജ്ജ ഭക്ഷ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് ആയ ഫംഗ്ഷൻ ആണ്. സോ അടുത്ത ഫംഗ്ഷനിലേക്ക് വരാം മക്കളെ. ദാറ്റ് ഈസ് എൻഷുറിംഗ് ബോർഡർ സെക്യൂരിറ്റി. എന്താണ് ബോർഡർ സെക്യൂരിറ്റി? അതായത് അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നു. ഓഫ് കോഴ്സ് എന്താണ്, നമുക്ക് ഒരുപാട് സോൾജേഴ്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ടല്ലേ. അവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിർത്തിയിൽ നമ്മളെ സംരക്ഷിക്കുന്ന അല്ലെ. ഏതെങ്കിലും ഒരു ശത്രു വന്നാൽ അയാൾ എന്ത് ചെയ്യുന്നു, വെടിവെച്ച് കളയുന്നു അല്ലെ. അങ്ങനെ നമ്മളെ സംരക്ഷിക്കുന്ന ടീംസ് ആരുണ്ട്? അതിർത്തി സംരക്ഷണത്തിൽ ആരുണ്ട്? പട്ടാളക്കാരുണ്ട് അല്ലെ. ഇതൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെന്താണ് മക്കളെ, ക്രൈസിസ് മാനേജ്മെന്റ് ആൻഡ് പ്രിപ്പയർനെസ് ആണ്. പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യലും അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തലും ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് എന്താണ്, എന്റെ കുഞ്ഞുമക്കളെ ചെറിയ സമയത്ത്, ഇപ്പൊ എന്റെ കുഞ്ഞുമക്കൾ 6th സ്റ്റേറ്റിലാണ്. മുമ്പ് നിങ്ങൾ 4 5 ആയിരുന്ന സമയത്ത് ഇവിടെ കൊറോണന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല മക്കളെ. ഈ കൊറോണന്റെ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മാസ്ക് തന്നു. അതേപോലെ നമ്മൾ ക്വാറന്റൈൻ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു, ലോക്ക്ഡൌൺ ചെയ്തു. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ഒരു ഇഷ്യൂവിനെ ടാക്കിൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന അല്ലെ. ഇങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും, അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഗവൺമെന്റ് ചെയ്യുന്നത്. സോ ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരും. 4 മാർക്കാണ്. സോ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ആ കാര്യം അറിയിക്കുക. സെറ്റ് ആണല്ലോ. സോ യുവർ സെഷൻ ഈസ് ഓവർ ബട്ട് ദ roar of learning never ends. This is your man Ashik sir, just signing off. Bye. Thank you.